സഹോദരി ഭർത്താവ് ടെലിഫോൺ ലൈനിൽ. ജിതിൻ, ഇപ്പോൾ ഈ വരുന്ന പുതിയ വാർത്ത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അത് ഇതുവരെ നമുക്ക് ഒഫീഷ്യൽസിൽ നിന്ന് ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ആരുടേതാണ് എന്താണെന്നുള്ളതൊന്നും ഇതുവരെ നമുക്ക് ഒരു കോളൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ് അത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ജിതിൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ ഇന്ന് രാവിലെ കോഴിക്കോടേക്ക് പോകുന്നു. ഇന്ന് രാവിലെ, ഞാൻ ഇന്നലെ വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? പോകും. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ 5:10 ട്രെയിൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് കൺഫേം ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറും ഇപ്പോൾ വൈകുന്നേരമാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ടോ? ബോഡി അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു DNA വെച്ച് ചെക്ക് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ. ഓക്കെ. കാരണം അഭിജിത്തിന്റെ അർജുന്റെ സഹോദരന്റെ DNA കളക്ഷൻ സാമ്പിൾ അവിടെ ഓൾറെഡി ഉണ്ട്. ആ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ DNA പരിശോധന നടത്തണമെന്നൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണല്ലേ? അതെ അതെ അതെ. അത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതൊരു ഫോട്ടോ പോലും ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഐഡന്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് അറിയാലോ. അത് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ആവശ്യപ്പെടും. അതെ, ഇതിപ്പോ ഒരു മത്സ്യത്തൊഴിലാളി അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. ആ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇങ്ങനെ ഒരു മൃതദേഹം കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഷിരൂരിൽ നിന്ന് വളരെ അകലെയാണ് ഈ സ്ഥലം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറെ പഴക്കമില്ലാത്ത തരത്തിലേക്കാണ് എന്നൊക്കെ ഈശ്വർ മാൽപ്പയും നമ്മളോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ അങ്ങനെ അറിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സ്ഥിരീകരണം വരട്ടെ എന്ന് പറയാൻ കാരണം അതാണ്. ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിലവിൽ നേരത്തെയും നിങ്ങൾ പറഞ്ഞ ഒരു ആവശ്യം ഒരു നോഡൽ ഓഫീസറെ ഇതിനൊക്കെ ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ്. ആ ആവശ്യം കുറച്ചുകൂടി ബലപ്പെടുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കൂടി വരുമ്പോഴല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ അതാ പറഞ്ഞു, ഇനിയുള്ള തിരച്ചിലിന് എന്തായാലും ഒരു ഇതിലെല്ലാം വൈദഗ്ധ്യമുള്ള ഒരാൾ തന്നെ മേൽനോട്ടത്തിന് വെച്ചുകൊണ്ട് തന്നെ ഒരു തിരച്ചിൽ തുടർന്നാൽ മാത്രമേ അതൊരു 100% റിസൾട്ടിലേക്ക് പോവുകയുള്ളൂ. ശരി ജിതിൻ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നിങ്ങൾ പറയുന്നത് നിലവിൽ ഈ മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തണം. താങ്കൾ ഇന്ന് വൈകിട്ട് ഈ മേഖലയിലേക്ക് പുറപ്പെടും അല്ലെ? ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. തീർച്ചയായിട്ടും നമ്മൾ ഒഫീഷ്യലാരും വിളിക്കട്ടെ. അതിനുവേണ്ടി ഇതുവരെ ഇപ്പം കാത്തു നിൽക്കുന്നതാണ്. അവർ ഒഫീഷ്യലായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് ചെയ്യും. വളരെ നന്ദി ജിതിൻ പ്രതികരിച്ചതിന്.